പേര് മരിച്ചു. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ട്രിവാൻഡ്രം ഡിവിഷൻ്റെ കീഴിൽ വരുന്ന ട്രെക്കുകളിൽ ഫേമസ് ആയിട്ടുള്ള ഒരെണ്ണമാണ് വാഴ്വാൻതോൾ. പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഒരു പാർട്ടാണ് വാഴ്വാൻതോൾ വാട്ടർഫോൾസിലേക്കുള്ള ഈ ഒരു ട്രെക്ക് പാത്ത്. ബിദുര ബോണക്കാർ റൂട്ടിലുള്ള കാണിത്തരം ചെക്ക് പോസ്റ്റിൽ നിന്നാണ് വാഴ്വാൻതോൾ ട്രെക്കിലേക്ക് പോകാനുള്ള പെർമിഷൻ എടുക്കേണ്ടത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള മിനിമം ചാർജ് എന്ന് പറയുന്നത് 1000 റുപ്പീസാണ്. 5 പേർക്ക് വേണ്ടിയിട്ടാണ് ഈ ചാർജ് വരുന്നത്. അഡീഷണൽ ആയിട്ടുള്ള ഓരോ ആൾക്കാർക്കും എക്സ്ട്രാ എമൗണ്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വിഷ്വൽസ് എല്ലാം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പോയൊരു വാഴ്വാൻതോൾ ട്രെക്കിൻ്റെ ഭാഗമായിട്ട് എടുത്തതാണ്. ഇപ്പോൾ വാഴ്വാൻതോളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ നമുക്ക് ഈ വീഡിയോയുടെ അവസാനം കാണാം. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നും ഏകദേശം 50 കിലോമീറ്ററിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നമ്മളെ ടോട്ടൽ റൗണ്ട് ട്രിപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 5 കിലോമീറ്ററാണ്. ഇതൊരു മോഡറേറ്റ് ആയിട്ടുള്ള ട്രെക്കാണ്. അത്യാവശ്യം ഫാമിലി ആയിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ടോട്ടൽ ട്രെക്ക് ചെയ്യാനായിട്ട് ഏകദേശം 3 മണിക്കൂറാണ് നമുക്ക് വേണ്ടത്. പിന്നെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ. ഇപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽസ് എല്ലാം കൊണ്ടുപോകുന്നതിന് റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്. അഥവാ നിങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിൽസോ മറ്റോ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇവിടെ എൻട്രൻസിലുള്ള ഒരു കൗണ്ടറിൽ അടയ്ക്കേണ്ടതായിട്ട് വരും. തിരിച്ചു വരുമ്പോൾ ആ പ്ലാസ്റ്റിക് ബോട്ടിൽ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരിച്ചു തരും. അങ്ങനെയാണ് പുതിയ സിസ്റ്റം. പണ്ടിങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിന് ഏകദേശം 100 രൂപയോ മറ്റോ ആണ് ഇപ്പോൾ മേടിക്കുന്നത്. അത്രയും വലിയൊരു എമൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ കളയാണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ എമൗണ്ട് ഒഴിവാക്കാനായിട്ട് നല്ലൊരു ഐഡിയ ഉണ്ട്. ഞങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ സ്റ്റീൽ ബോട്ടിലിൽ വെള്ളം കൊണ്ടുവന്നാൽ മതി. അനിമൽസ് ഉള്ള ഇഷ്യൂള്ള ഏരിയയിൽ നമ്മൾ നിന്നാൽ പണി കിട്ടും. കാര്യം ഇത് നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് അറിയത്തില്ല. ട്രാക്ക് ചെയ്യുന്നുണ്ടോന്ന് സംശയമൊന്നും വേണ്ട. ഉണ്ട്, നമ്മളൊന്നും കാണുന്നില്ലെന്നുള്ളൂ. ഇതിനെല്ലാം മുമ്പ് നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഫുൾ ടൈം ഉണ്ടാവുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ മാറ്റം എന്താണെന്ന് വെച്ചാൽ ഈ പോകുന്ന ട്രെക്ക് പാത്തിൽ അവിടെയായിട്ട് പെർമനൻ്റ് ആയിട്ട് ഗൈഡ്സിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബേസിക്കലി എക്കോ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ട്രെക്ക് ആയതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും ഈക്വലായിട്ട് സാലറി കിട്ടുന്ന രീതിയിലാണ് ഇങ്ങനൊരു സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ട്രെക്കിന് പോകുന്ന സമയത്ത് അത്യാവശ്യം ഫുഡും സ്നാക്സൊക്കെ കൈ കരുതുന്നതാണ് നല്ലത്. ബട്ട് ആസ് ഐ ഓൾവേസ് സേ, കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് ആണെങ്കിലും കവറാണെങ്കിലും ബോട്ടിലാണെങ്കിലും തിരിച്ച് അതുപോലെ കൊണ്ടുവരേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. ഇന്ത്യൻ ആഷ് ട്രീ.
ഞാൻ ചോദിക്കാൻ മതിയോ ഓ ആ ശരി ഓക്കെ റോസ് ഫുഡ് ഈട്ടി ആ പരിപാടി കൊണ്ട് തിരിച്ചു മണ്ണുണ്ടേ മണ്ണുണ്ട് മണൽ പ്രശ്നമില്ല, ചെളി പ്രശ്നമില്ല. എന്നുവെച്ചാൽ ഒരുപാട് ഇതല്ല, വുഡ്ലാൻഡ്സ് പോലെ തെങ്ങത്തില്ല, ഗ്രിപ്പുണ്ട്. മലയെണ്ണ വൈൽഡ് അനിമൽസ് ഉള്ള ഒരു കാട് തന്നെയാണ് വാഴവന്തൂർ. പക്ഷേ സ്ഥിരമായിട്ട് ആൾപെരുമാറ്റം ഉള്ളതുകൊണ്ടാവാം ഇവിടെ അങ്ങനെ സൈറ്റിങ്സ് ഉണ്ടാകുന്ന ചാൻസസ് വളരെ കുറവാണ്. അതുപോലെ രാവിലെ 9 മണിക്ക് ശേഷമാണ് ഇവിടുത്തെ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴേക്കും വൈൽഡ് അനിമൽസ് എല്ലാം തിരിച്ച് കാട്ടിലേക്ക് തന്നെ കയറി പോകാനുള്ള സമയമാവുമല്ലോ. പക്ഷേ ലക്കുണ്ടെങ്കിൽ നമുക്ക് റെപ്റ്റൈൽസിനെയും ആംഫിബിയൻസിനെയൊക്കെ സ്പോട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പിറ്റ് പൈപ്പേഴ്സ് പോലെയുള്ള പാമ്പുകളും ട്രീ ഫ്രോഗ് പോലെ റെയറായിട്ട് കാണപ്പെടുന്ന ആംഫിബിയൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. ആയിരിക്കണം. അതെ, തീർച്ചയായും അതെ. ക്യാമ്പിംഗ് ഏരിയ അല്ല, പക്ക ക്യാമ്പിംഗ് ഏരിയ ആണ്.
മഴ സമയത്താണ് വാഴവന്തോൾ വാട്ടർഫോൾസിൻ്റെ കാഴ്ച ഒരു രക്ഷയില്ലാത്തത്. ഫുള്ളായിട്ട് നിറഞ്ഞൊഴുകുന്ന ഒരു വാട്ടർഫോൾസ് നമുക്ക് അപ്പോഴാണ് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. പക്ഷേ ഹെവി മൺസൂൺ സമയത്ത് ഇങ്ങോട്ടേക്ക് പെർമിഷൻ ഉണ്ടാവില്ല കേട്ടോ. വാഴവന്തോൾ വാട്ടർഫോൾസിലേക്കുള്ള എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ്. 1 മണിക്ക് ശേഷം ആൾക്കാരെ അകത്തേക്ക് കയറ്റി വിടില്ല. ക്ലോസിംഗ് ടൈം 4 മണിയാണ്. അപ്പോഴേക്കും അകത്ത് പോയ എല്ലാവരെയും തിരിച്ചിറക്കുകയും ചെയ്യും. ജൂൺ ടു ഓഗസ്റ്റ് ആണ് ഇവിടുത്തെ പീക്ക് മൺസൂൺ സീസൺ എന്ന് പറയുന്നത്. ആ സമയത്ത് മെയിൻലി വാട്ടർഫോൾസ് ക്ലോസ്ഡ് ആയിരിക്കും. അഥവാ ഓപ്പൺ ആണെങ്കിൽ തന്നെ ഒരുപാട് ലീച്ചസും പിന്നെ സ്ലിപ്പറി ആയിട്ടുള്ള റോക്സൊക്കെ കാരണം കുറച്ച് ഡേഞ്ചറസ് ആണ്. സോ ആ ഒരു ടൈം ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. എടുക്കണോടാ? നൈസ് അല്ലേ? ആ വെള്ളത്തിന് കളറുണ്ടോ? പ്രസ്റ്റീൻ വാട്ടർ എന്നൊക്കെ. എങ്ങനെ ക്രോസ് ചെയ്യുന്ന പറഞ്ഞാൽ? ആ അത് ക്രോസ് ചെയ്യാൻ പാടായിരിക്കും. ഇത് ക്രോസ് ചെയ്യണോ? വേണ്ടല്ലോ, തിരിച്ചത് വഴി തന്നെ ഇറങ്ങുന്നു. ഓ നൈസ്. ഇതിനകത്ത് കുളിക്കാൻ സ്പോട്ടില്ല. അകത്തോട്ട് 3-4 പേര് മരിച്ചു. അല്ല അത് സ്പോട്ടില്ല. വാഴവന്തോളിൽ ഇപ്പോൾ ഉള്ള മെയിൻ വാട്ടർഫോൾസിൻ്റെ മുകളിലായിട്ട് സ്വിമ്മിംഗ് പൂള് പോലെ തോന്നിക്കുന്നൊരു ഏരിയ ഉണ്ടായിരുന്നു. പക്ഷേ അപകടങ്ങൾ കാരണം 2-3 മരണമൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്കുള്ള എൻട്രി ഇപ്പോൾ പൂർണ്ണമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഇവിടുത്തെ പാറയിലെ വഴുക്കലാണ്. വളരെ കോഷ്യസ് ആയിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ വീണ് അപകടം പറ്റാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇവിടെ അല്ലേ തെന്നൂന്ന് പറഞ്ഞു? ബലം കൊടുത്തു തന്നെ ഇറങ്ങണം. ആ അങ്ങോട്ട് കയറി ഒരു പാറ ബാക്കിയുണ്ട്. അപ്പൊ ഞാൻ കയറി തുടങ്ങി. ഓ അത് എന്നുണ്ട് ഇവിടെ. ഞാൻ ഈ പാറ കയറി തുടങ്ങി. നല്ല മഞ്ഞ്. ഞാൻ കയറി പോവാ. കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് പെട്ടെന്ന് എന്തോ വലിയ ശബ്ദമൊക്കെ എല്ലാവരും എന്തൊരു ബോധം ഉണ്ടായിരുന്നു. ഞാൻ എന്തുണ്ട് നോക്കുന്നതിൻ്റെ അടുത്ത് ഇങ്ങനെ കൈയാണ് ആദ്യം വെച്ച് ടാറ്റ കാണിക്കാം. ഇല്ല എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ കയറി രാഷ്ട്രം മാറി വേറെ സ്ഥലത്ത് പോകുന്നതിന് ഞാൻ റൈറ്റ് അടിച്ച് കൊച്ചയുടെ സൈഡിലോട്ട് പോവാം. എനിക്കൊരു മഞ്ഞ് കാരണം കാണുന്നില്ല. അന്നത്തെ കാര്യം ഫസ്റ്റ് ടൈമാണ് പോകണം. ഇതൊന്നും അറിയത്തില്ല. ആ മഞ്ഞ് കയറിയ പ്രശ്നമാണ്. ഒരു സെക്കൻഡ് ഉണ്ടല്ലോ മറ്റേ സിനിമയിൽ കാണുന്ന പോലെ നെട്ടി ഫ്ലാഷ് പോലെ വീട്ടിലുള്ള എല്ലാവരുടെയും മുഖം ഫ്ലാഷ് ഒക്കെ എടുക്കും. ഞാൻ നോക്കിയപ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല. പിന്നെ ഞാൻ കാലത്ത് വേണ്ടി വലിച്ച് ഒരു വിടവിൻ്റെ അവിടെ കൊണ്ട് വെച്ച് ഞാൻ അറിയാവുന്ന ദൈവങ്ങളെല്ലാം വിളിച്ചു എങ്ങനെയൊക്കെയോ സ്റ്റേറ്റ് പാസിൽ വന്നാണ് ജീവനും കൊണ്ട് മോളിൽ കയറിയത്. അതിനുശേഷം എനിക്ക് നോക്കി വരണം.
ಹಂಗೇನು ಬೋರ್ಡ್ ഇതായിരിക്കും പുള്ളി പറഞ്ഞ സ്റ്റീപ്പായിട്ടുള്ള ഇറക്കം. ഒരു സെക്കൻഡ്. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു വാഴവന്തോളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന്. എന്നാൽ നമുക്ക് ആ മാറ്റങ്ങളൊന്ന് കണ്ടാലോ. ഏറ്റവും വലിയ മാറ്റം ഈ ഒരു എൻട്രൻസ് തന്നെയാണ്. മഴയില്ലാത്തൊരു സമയത്ത് പോയതുകൊണ്ട് സ്ഥലത്തിൻ്റെ ജോഗ്രഫിയിൽ ചെറിയ ഡിഫറൻസസ് കാണാൻ പറ്റും. അത് കാര്യമാക്കണ്ട. Yeah, small fishes, not big ones. Bro, they'll have ultimate color. Can you see that? I wish I could just go and Take a dip. video എടുക്കാൻ അഭിനയിക്കണം. മൃഗങ്ങൾ ഉള്ളതിനാൽ ബാക്കിയായിരുന്നു. വനത്തിലൂടെയുള്ള സഞ്ചാരത്തിൽ നിശബ്ദത പാലിക്കുക. ഇതാണ് ബലം. Oh. പോകുന്ന വഴിക്ക് വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങനെ ഒരു ചെറിയ സെറ്റപ്പൊക്കെ ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട്. വാഴവന്തോൾ ട്രെക്കിന് പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ കൂടെ ഒരു ഗൈഡ് വരാറില്ല. പകരം ട്രെക്ക് പാത്തിൽ അവിടെയായിട്ട് ഫോറസ്റ്റ് വാച്ചേഴ്സിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വരുന്ന ആളുകളുടെ സേഫ്റ്റി ഉറപ്പാക്കാനായിട്ട് ഇപ്പോൾ കമ്പിവേലിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി അത് ഈ സ്ഥലത്തിൻ്റെ ഒരു നാച്ചുറാലിറ്റി നശിപ്പിക്കുന്നതായിട്ടാണ് തോന്നിയത്. Huh? So don't keep a count there. Okay. So while you come back, you have to. Sure. Otherwise you will be charged.
ഇതാണ് അപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പ് അപ്പ്. അപ്പോ ഇവിടുത്തെ ഏറ്റവും വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ചുറ്റുമാണ്. കമ്പിവേലികളുണ്ട്, ചേഞ്ചിങ് റൂംസ് ഉണ്ട് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തത്, ഡസ്റ്റ്ബിൻ ഉണ്ട്. അങ്ങനെ ഒരു നോർമൽ ടൂറിസ്റ്റ് പ്ലേസിൽ വരുന്ന എല്ലാ സംവിധാനങ്ങളും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. മുമ്പ് വാഴവന്തോലിൽ പോകുന്ന സമയത്ത് റോ ആയിട്ടുള്ളൊരു ഫോറസ്റ്റിലെ ഒരു നാച്ചുറൽ വാട്ടർഫോൾസ് കാണുന്ന മനസ്സിന് സുഖം തരുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ ഫീലിംഗ് ഇപ്പോൾ കിട്ടുന്നില്ല. കാരണം ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആർട്ടിഫിഷ്യാലിറ്റി അവിടേക്ക് ഓൾറെഡി കടന്നു വന്നു കഴിഞ്ഞു. ഏതായാലും സിറ്റിയിൽ തിരക്കുന്നൊക്കെ ഒഴിഞ്ഞ് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒരു ദിവസം അടിച്ചു പൊളിക്കാനായിട്ട് പറ്റിയ ഒരു സ്ഥലമായിട്ട് ഇപ്പോൾ വാഴവന്തോൽ മാറിയിട്ടുണ്ട്. എനിവേയ്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കണ്ട. സീ യു സൂൺ വിത്ത് ദ നെക്സ്റ്റ് വൺ. അൺടിൽ ദെൻ, അഡിയോസ് അമിഗോസ്.